10 പോയിന്റുകൾ ഇൻഷാ അല്ലാഹ്. 10 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 10 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ സാലിഹായ പിന്നെ ദ്വാ പല നമുക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയാം. ബാക്കി അള്ളാഹിന്റെ മേൽ ഇതൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹിന്റെ മേൽ തവക്കുലാക്കലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്താലും അവർക്ക് വേണ്ട ഹിദായത്ത് നൽകുന്നവർ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറു സൗജത്തി സ്വാലിഹ, വിവാഹത്തിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നല്ല സന്താനങ്ങൾ ഭാവി നമ്മൾ കാണണമെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് വിവാഹം കഴിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് സ്വാലിഹായ നല്ല ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല ദീനുള്ള, അല്ലെ നല്ല അദബുള്ള, അച്ചടക്കമുള്ള, അങ്ങനെ പഠിക്കാൻ തയ്യാറാകുന്ന, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. കാരണം നമുക്കറിയാം അതിന്റെ സ്വാധീനം എത്രയാ. ഒരു ഉമ്മ എങ്ങനെയാണോ ആ ഉമ്മാന്റെ നടപ്പ്, അതിനനുസരിച്ച് മക്കൾ പോവും. കാരണം ഉമ്മയെ ഹറാമുണ്ടെങ്കിൽ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, സംഗീതം കേൾക്കുന്നവളാണ്, അതേപോലെ ഹിജാബും അതേപോലെ തന്നെ ഔറത്തുകളൊന്നും മറക്കാത്തൊരു സ്ത്രീയാണ്, സ്വാഭാവികമായിട്ടും ആ മകളും അങ്ങനെ തന്നെ വളരും. ആ മകളെ ഉമ്മ ഉപദേശിക്കാൻ കഴിയില്ല, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവില്ല. തനിച്ച ഹറാമുകളും ഔറത്തും കാണിച്ച് അങ്ങനെ പോകും. മുടി കാണിക്കുന്ന, അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ സുഗന്ധം പൂശി അങ്ങാടിയിലൂടെ അന്യ ആണുങ്ങൾക്ക് മുമ്പിലൂടെ അനാവശ്യമായി നടന്നു നീങ്ങുന്ന, ഔറത്ത് കാണിക്കുന്ന ആ ഒരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ മകളും അങ്ങനെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക. കാരണം ആ ഉമ്മാനെ കണ്ടാണ് എന്ത് ചെയ്യുക, മക്കള് വളരുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുൻകഹുൽ മർഅ ലിഅർബഅ. തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഒരു സ്ത്രീ വിവാഹം കഴിക്കുക. അത് പലപ്പോഴും നിങ്ങൾ കേട്ട ഹദീസ് ആയിരിക്കും. ഒന്ന് ലിമാലിഹ വലിഹസബിഹ വജമാലിഹ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നുകിൽ സമ്പത്ത് കണ്ടിട്ട്, അല്ലെ തറവാട് കണ്ടിട്ട്, അല്ലെങ്കിൽ അവളുടെ ഭംഗി കണ്ടിട്ടായിരിക്കും. വലിദീനിഹ, അല്ലെങ്കിൽ അവളുടെ ദീൻ കണ്ടിട്ട്. 4 കാര്യം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കാര്യം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ? ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞത് കാണാം, തരിബത് യദാക്. അത് അറബികളുടെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. എന്താ? ഈ പറയപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി, അറബികളുടെ ശൈലിയാണ് തരിബത് യദാക്. അതായത് ഈ പറഞ്ഞ ദീനുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുകയും അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സന്താനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് എത്ര ആളുകൾ നല്ലൊരു ഭാര്യയെ കിട്ടാത്തത് കൊണ്ട്, നല്ലൊരു ഭാര്യ അല്ലാത്തത് കൊണ്ട് തന്നെ എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഭാര്യ കേൾക്കുന്നില്ല, ക്ലാസ്സിൽ വരുന്നില്ല, പഠിക്കുന്നില്ല, അവൾ അങ്ങനെയാണ്. എത്ര ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ സ്റ്റാർട്ടിങ്, ഒരു സന്താനത്തിന്റെ സ്റ്റാർട്ടിങ് അതെങ്ങനെ നല്ല രീതിയിൽ വളർത്തണം, അത് നമ്മൾ ഈ വിവാഹം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ, ഒരു സ്വാലിഹായ ഭാര്യയെ ആർക്കെങ്കിലും റബ്ബ് നൽകിയാൽ ഫഖദ് അഅനഹു അലാ ശത്രി ദീനി, അവന്റെ ദീനിന്റെ പകുതി റബ്ബ് അവനെ സഹായിച്ചു. ഒരു സ്വാലിഹായ ഒരു സ്ത്രീയെ ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയാൽ അവന്റെ പകുതി ഖൈറായി അല്ലാഹു സഹായിച്ചു, ദീനിന്റെ പകുതി. ബാക്കി ഫല്യത്തഖില്ലാഹ ഫീ ശത്രിൽ ബാഖി, ഇനി ഒരു ബാക്കിയുള്ള പകുതി ആ കാര്യത്തിൽ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സ്വാലിഹായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസിൽ പറഞ്ഞത് കാണാം, മിൻ സഅദത്തി ബിനി ആദം, ഒരു ആദം സന്തതിയുടെ വലിയ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണ് അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹായ ഭാര്യ ഉണ്ടാവുക എന്നുള്ളത്. അതിന്റെ ഗുണം എല്ലാവർക്കും അറിയുന്ന കാര്യം. അതില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അന്ന് ധാരാളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്വാലിഹായൊരു ഭാര്യ, കാരണം വീടുകളിൽ ഉമ്മക്ക് ആ മക്കളെ വളർത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട്. എപ്പോഴും ഉപ്പ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു സ്വാലിഹായ സ്ത്രീ, സ്വാലിഹായ ഭാര്യയാണെങ്കിൽ ആ മക്കളെ വളർത്തുമ്പോൾ ഇസ്ലാമിന്റെ എല്ലാ ചുറ്റുപാടും ഉണ്ടാവും. നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിപ്പിക്കും, ഹറാമിന്റെ വേഷങ്ങൾ കണ്ടാൽ അത് മാറ്റിക്കും, ഇസ്ലാമിക രീതിയിലുള്ള വേഷങ്ങൾ ധരിക്കാൻ ഉമ്മ പ്രോത്സാഹിപ്പിക്കും. ആ ഉമ്മ അങ്ങനെ ധരിപ്പിക്കും, ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തും. ഔറത്ത് മറയുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അങ്ങനെ ആ കുട്ടിയിൽ അള്ളാഹുവെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ സ്വാലിഹായ ഒരു ഭാര്യ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി
അങ്ങനെ പറയാൻ കാരണം എന്ന് മാത്രം, ഈ സന്താനം എന്ന് മാത്രമല്ല, എല്ലാം കൊണ്ടും ഒരു പുരുഷന്റെ അവന്റെ അഭിമാനം സംരക്ഷിക്കാനും അവന്റെ സമ്പത്ത് സംരക്ഷിക്കാനും എല്ലാം നൽകും ഒരു സ്വാലിഹായ സ്ത്രീ. അത് അടിസ്ഥാനമാണ്. അതില്ലെങ്കിൽ അത് പൊളിഞ്ഞ വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ ഒരു നല്ല സന്താനങ്ങളെ വളർത്തിയെടുക്കാൻ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ലൊരു ഭാര്യ. രണ്ടാമത് കുട്ടികളിൽ ഈമാനും വിശ്വാസകാര്യങ്ങൾ തൗഹീദ് അത് കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ വളർത്തിയെടുക്കണം. അത് വളർത്തണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ സ്വാലിഹായ ഒരു സ്ത്രീ ഉണ്ടാവണം, ഉപ്പയും അങ്ങനെ ആവണം. അതിനുള്ള ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊന്നുമില്ല. ഇന്ന് പൊതുവെ ഇസ്ലാമിക വിജ്ഞാനം മദ്രസ നമ്മൾ കുറച്ച് കൊടുക്കുന്ന പോലെ മദ്രസ വിജ്ഞാനാണ്, അതുപോലും ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഭൗതിക വിജ്ഞാനം പഠിക്കാൻ സമയം വേണം. അല്ല അതിന് പോകുന്നത് കൊണ്ട് ഇതിന് സമയമല്ല ഉണ്ടാവുക. അങ്ങനെ ഖുർആൻ ഓതാൻ അറിയില്ല, തൗഹീദും അറിയില്ല, ഈമാനും അതേപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം, സ്വർഗം, നരകം, ഇതൊന്നും ആ കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കൾ വളർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി വളരുന്ന രീതി, പിന്നെ മുന്നോട്ട് ജീവിക്കുന്ന രീതി വലിയ അപകടമായിരിക്കും. നിങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞത് കാണാം, അലം തറ കൈഫ ദറബല്ലാഹു മസല. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു പറയാ, കൈഫ ദറബല്ലാഹു മസല, അല്ലാഹു ഒരു ഉപമ, ഒരു ഉദാഹരണം വിവരിച്ചത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഏതിനെ കുറിച്ചാ? കലിമത്തുൻ ത്വയ്യിബ, അതായത് ത്വയ്യിബായ കലിമത്തിനെ കുറിച്ച്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിനെ അള്ളാഹു ഉപമിക്കുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കശ്ശജറ, അഥവാ ഒരു ഈമാനുള്ള ഒരു തൗഹീദുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കശ്ശജറത്തിൻ ത്വയ്യിബ, നല്ലൊരു മരം പോലെയായിരിക്കും. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം അത് ഈത്തപ്പനയാണ് എന്നൊക്കെ വിശദീകരിച്ചത് കാണാം. ഏതായാലും നല്ലൊരു മരം പോലെയാണ്. എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അസ്ലുഹ സാബിത്ത്, അതിന്റെ മുരട് എന്ന് പറയുമ്പോൾ നാട്ടിലും മുരട്, അടി, വേര്, അത് നല്ല ഉറച്ചതാണ്. വഫറഉഹ ഫിസ്സമാ, അതിന്റെ ശാഖകളൊക്കെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ. അതുപോലെ തുഅതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹ, ഏത് സമയത്തും, അത് ശൈത്യകാലം, വേനൽക്കാലം, ഏത് സമയത്തും, രാവും പകലും, എപ്പോഴും അത് അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു തൗഹീദുള്ള, ഈമാനുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ഒരു മുഅ്മിനിന്റെ ഉപമ. എന്താ പറഞ്ഞേ? അവൻ എന്താണ് ഖൽബിൽ, മരത്തിന്റെ അടി ഉറച്ചതെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ ഉറച്ചതായിരിക്കും. പിന്നെ വഫറഅഹ ഫിസ്സമാ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ശാഖകൾ ഇങ്ങനെ മേലോട്ട് ഉയർന്നിരിക്കാൻ. ഏത് സമയത്തും, രാവിലെയും വൈകുന്നേരം, ഏത് സമയത്തും സൽക്കർമ്മങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നുകൊണ്ടേയിരിക്കാൻ. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമസലു കലിമത്തിൻ ഖബീസ, എന്നാൽ ഖബീസായ ഒരു കലിമ, അഥവാ ഒരു കാഫിറിന്റെ ഉപമ, ഈമാൻ ഇല്ലാത്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ഖബീസ, വളരെ മ്ലേച്ഛമായ ഒരു മരത്തെ പോലെയാണ്. എന്താ? ഉജ്തുസത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ, ഭൂമിയിൽ നിന്ന് അടിയോടെ എന്താ, അത് അടിയോടെ പിഴുതെറിയപ്പെട്ടു, അതിനൊരു സ്ഥിരതയുമില്ല എന്നതുപോലെയാണ് ഒരു കാര്യം ഈമാൻ ഇല്ലാത്തവന്റെ അവസ്ഥ. എന്താ അങ്ങനെ പറയാൻ കാരണം? അടിവേരില്ല എന്ന് പറഞ്ഞാൽ അടിയോടെ പിഴുതെറിയപ്പെട്ടതാ പറയാൻ കാരണം എന്താ? അസ്ലില്ല, അടിസ്ഥാനം എന്താ? തറ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാന. അതുണ്ടെങ്കിലേ ബാക്കി ഇങ്ങനെ വളർന്നിട്ട് കാര്യമുള്ളൂ. അതില്ലാതെ കുറെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിൽ ഏറ്റവും നമ്മൾ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ഖുറാഫില് ശിർക്കയുള്ള അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ ഒരു ഹറാമുകളും ഉണ്ടാവില്ല അവന്. ചിലപ്പോ ഈ ശിർക്കല്ലാത്ത മറ്റു കള്ളുകുടി, അങ്ങനത്തെ കളവ്, ഇതെല്ലാം ചിലപ്പോ സൂക്ഷിക്കുന്നുണ്ടാവും, പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ശിർക്ക കൂറന്തിന്റെ മൗലീദും അങ്ങനത്തെ ശിർക്കും മറ്റും ചെയ്യുന്നത് വല്ല കാര്യമല്ല. ഏത് കൊല്ലം ജീവിച്ചിട്ട് ചിലപ്പോ ധാരാളക്കണക്കിന് ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു. തമ്മ പറയാ, അതാ പറഞ്ഞത്, അടിയോടെ പിഴുതെറിയപ്പെട്ട മരത്തെ പോലെയാണ് തൗഹീദില്ലാത്തവൻ. പിന്നെ അവന് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? മേലോട്ട് വരില്ല, ഒന്നും വരില്ല, അള്ളാന്റെ അടുക്ക സ്വീകരിക്കപ്പെടുവോ? ഇത് കാര്യമില്ല, ഒക്കെ പോയി. അപ്പോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ ആ തുടക്കത്തിലെ മനസ്സിൽ തൗഹീദ് ഇങ്ങനെ വളർത്തിയെടുക്കണം. നിങ്ങൾ നോക്കി, ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. മഹാനായ അതിന് നമുക്ക് ഏറ്റവും വലിയ ഖുർആനിൽ തന്നെ നമുക്ക് വലിയ ഉദാഹരണമാണ് ലുഖ്മാനുൽ ഹകീം. മഹാനായ ലുഖ്മാനുൽ ഹകീം റഹിമഹുല്ലാഹ്, അദ്ദേഹം തന്റെ മകനോട് ഉപദേശിക്കുന്നത് കാണാം. എന്താ ഉപദേശിച്ചത്?
സ്വന്തം മകനോടെ നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ നാട്ടിലെ കുട്ടികളോടാണെങ്കിലും എൻ്റെ പൊന്നു മകനെ ഇനി ശിർക്ക് ചെയ്തിട്ടോ എന്ന് ചെറുപ്പത്തിൽ ശിർക്ക് ചെയ്യുന്നത് വലിയ പാപമാണ്, അതിനി ചെയ്താൽ പിന്നെ എന്ത് ഖൈർ ചെയ്തിട്ടും കാര്യമല്ല എന്ന് പറഞ്ഞ് എത്ര വാപ്പാരുണ്ടാവും. നമുക്ക് എത്ര വാപ്പാ നമ്മൾ ശ്രദ്ധിക്കില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം കൊടുക്കുന്ന റഹ്മഹുല്ലാ കൊടുക്കുന്ന ഉപദേശമാണ്, തന്റെ മകനോട് കൊടുക്കുന്ന ഉപദേശമാണ് എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു ബൽക്കാന, അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞ മകനോട് കൊടുക്കുന്ന ഉപദേശമാണ് ഏതാ, ദുനിയാവിന് വേണ്ടി വലിയ ആളാണോന്നല്ല, എന്താ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നു മകനെ ഈ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടിയ പാപ. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെ കൊല്ലുന്നതിനേക്കാളും വലിയ പാപം ഏതാ, ശിർക്ക. 100 ആൾ 1000 ആളെ നീ കൊന്നാലും തൗബ ചെയ്യാതെ നീ മരിച്ചാൽ റബ്ബ് ചിലപ്പോൾ നിനക്ക് പുറത്തുവരും. പക്ഷെ ശിർക്കിന്റെ വിശ്വാസമായിട്ട് ഇനി തൗബ ചെയ്യാതെ മരിച്ചാൽ ഒരു രക്ഷയില്ല, അള്ളാഹ് പുറത്തുവരില്ല, എന്നും അവൻ നരകത്തിലാണ്. അതുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന സ്നേഹം കൊണ്ടാണ്. അതാണ് യഥാർത്ഥ ഉപ്പയും മകനും തമ്മിലുള്ള ബന്ധം. അല്ലാതെ ദുനിയാവിൽ വലിയ ആളാക്കണം, ദീൻ എന്തായാലും ഒരു പ്രശ്നമില്ല, അതിന്റെ മാർഗം ഒരു പ്രശ്നമില്ല. ഹറാമായിക്കോട്ടെ ദീനിയായിട്ട് ഒരു ദീനിന്റെ ഒരു പശ്ചാത്തലവും ഉണ്ടാവില്ല. ഫുള്ള് ചിലപ്പോ കൂട്ടുമുട്ടൊക്കെ എന്താണ് മറ്റ് തമ്മാടികളായിരിക്കും, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതിലൂടെ അവൻ നേടിയെടുക്കുന്ന ദുനിയാവിന്റെ വലിയ കാര്യമാണ് പലർക്കും വലുത്. അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് യാ ബുനയ്യ, നമുക്ക് ഇതൊക്കെ നമ്മുടെ മകളോട് ഞാനും അതുപോലെ നിങ്ങളൊക്കെ പറയേണ്ട, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നു മകനെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം. വലിയൊരു ഉപദേശമാണ്. എന്ന് മാത്രമല്ല മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം മകനോട് ഉപദേശിക്കുന്നത് വീണ്ടും നമുക്ക് കാണാൻ പറ്റും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ്. അതെ, സ്വന്തം ചെറിയ മക്കളോട് സന്താനങ്ങളോട് ബാപ്പ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്താ, എന്റെ പൊന്നു മകനെ യാ ബുനയ്യ ഇന്നഹ, ഈ തിന്മകൾ ഉണ്ടല്ലോ, വളരെ വിശദീകരണം കാണാം. തിന്മകൾ ഏത് നിലക്കുള്ള തിന്മകളായിക്കോട്ടെ, ഏത് നിലക്കുള്ള തിന്മ ആയിക്കോട്ടെ, വാപ്പ മകളോട് പറയാ ആ തിന്മകളൊക്കെ ഉണ്ടല്ലോ, ഇൻ തകു മിസ്ഖാല ഹബ്ബ, ഒരു കടുകുമണിന്റെ അത്ര നീ ചെയ്യുന്നുള്ളൂ നോക്കുക, ഒരു കടുകുമണിയുടെ അത്ര ആയാലും ശരി, മിൻ ഖർദലിൻ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്ന ഒരു കടുകുമണിയുടെ അത്രയുള്ള തിന്മയാണെങ്കിലും വാപ്പ മകനോട് പറയാ, സ്നേഹത്തോടു കൂടി പറയാ, എന്റെ മകനെ ഒരു കടുകുമണിയുടെ അത്രയുള്ള തിന്മയാണെങ്കിൽ പോലും ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാത്, അത് ഏതെങ്കിലും ഒരു വലിയ പാറ, എവിടെ ആയിക്കോട്ടെ, പാറന്റെ എവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആകാശത്തിലെ എവിടെ ആയിക്കോട്ടെ, ഔ ഫിൽ അർദ് ഭൂമിയിലായിക്കോട്ടെ, എവിടെ ആയാലും ശരി ഒരു കടുകുമണിന്റെ അത്രേ ഉള്ളൂ. പക്ഷേ യഅതി ബിഹാ അല്ലാഹ്, ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുമ്പോൾ അതൊക്കെ അള്ളാഹു കൊണ്ടുവരും. മകന് കൊടുക്കുന്ന ഉപദേശം, മകനെ വളർത്തുന്ന ഉപ്പാന്റെ ഉപദേശമാണ്. തിന്മയെക്കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ എന്താണ് ബോധമുണ്ടാക്കി കൊടുക്കാൻ, ഓരോ തിന്മയുടെയും ഗൗരവം അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കാൻ. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് കുട്ടിയായിരിക്കുമ്പോൾ കൊടുത്ത ഉപദേശമൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും, ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ പൊന്നു മകനെ, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നീ ചെയ്യുന്ന അമലുകൾ റബ്ബ് സ്വീകരിക്കും എന്നുള്ള ഹദീസ് നിങ്ങൾ കേട്ടതായിരിക്കും. നീ ചോദിക്കുകയാണെങ്കിൽ ഇദാ സഅൽത ഫസ്അലില്ലാഹ്, അള്ളാഹുവോട് ചോദിക്കണം. സഹായം തേടുകയാണെങ്കിൽ ഫസ്തഈൻ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് കുട്ടിയായി നമുക്ക് കൊടുത്ത ഉപദേശമാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കുട്ടികൾക്ക് തൗഹീദ്, ആ തൗഹീദ് ചെറുപ്പത്തിലേ മനസ്സിലിട്ട് കൊടുക്കണം. ശിർക്കിന്റെ ഗൗരവം ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. അല്ല എന്റെ മകൻ ആ ശിർക്കിലേക്ക് വളർന്നു കഴിഞ്ഞാൽ എന്റെ മകൻ ശിർക്കിലെത്തുമോ എന്ന് ഭയപ്പെടുന്ന രക്ഷിതാക്കൾ എത്തുന്നുണ്ട്. ആലോചിക്ക, എന്റെ മകൻ ഇങ്ങനെ വളർന്നു, അള്ളാഹുവേ വളർന്നു ശിർക്കിലും കുഫറിലും വിദഅത്തിലും അല്ലെ ഹറാമിലൊക്കെ ആയി പോകുമോ എന്ന് ഭയപ്പെട്ട് അവന് ദീന് പറഞ്ഞു കൊടുക്കുന്ന, അവനെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട്? വളരെ കുറവാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത്. മൂന്നാമത് കസറത്തു ദുആ, ദുആ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ധാരാളം സന്താനങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, ഇതൊക്കെ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തിയ. കാരണം എന്താ, ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വാപ്പാന്റെ ദുആ ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചതാണ്.
അതുകൊണ്ട് മകന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാഹ് വമിൻ ദുർരിയതി. ഈ ദുആയിലൊക്കെ എന്താ? സന്താനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ സാലിഹായ സന്താനത്തെ തരണേ, എന്റെ സന്താനത്തെ നിസ്കാരം നിലനിർത്തുന്ന സന്താനങ്ങളാക്കണേ. ഈ നിലക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ നമുക്ക് ദുആ ചെയ്യാൻ. അല്ലാഹുവേ, എന്റെ മകൻ നിസ്കാരം നിലനിർത്തുന്ന, നല്ല തൗഹീദുള്ള, നിനക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരു സന്താനമാക്കണം അല്ലാഹുവേ എന്ന് ദിനേന ദുആ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്? നമുക്ക് പറ്റണം. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, എനിക്ക് നല്ല ഒരു സന്താനത്തെ, ത്വയ്യിബായ സന്താനത്തെ എനിക്ക് നീ നൽകണമേ. ഇങ്ങനെ റബ്ബനാ ഹബ് ലനാ, ഇബാദുർ റഹ്മാന്റെ ദുആ ഖുർആൻ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കണ്ണിന് കുളിർമയുള്ള അവസ്ഥ ഉണ്ടാക്കണേ. തൗഹീദുള്ള, നല്ല അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന സന്താനങ്ങളാക്കണേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് മാതൃക ഇമാമാക്കണേ എന്ന ഇബാദുർ റഹ്മാന്റെ ദുആ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി. ദിവസവും ദുആ ചെയ്യണം. എന്റെ മകന്റെ അവസ്ഥ അല്ലാഹുവേ, അവനൊരു ശിർക്കിൽ കെട്ടുന്ന അവസ്ഥ ഉണ്ടാക്കൽ അല്ലാഹുവേ, ഹറാമിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അല്ലാഹുവേ എന്ന് ദുആ ചെയ്യാൻ കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ബാപ്പാന്റെ ദുആ സലാസു ദഅവാത് മുസ്തജാബാത് ലാ ശക്ക ഫീഹിന്ന. 3 ദുആ അത് ഉത്തരം കിട്ടുമെന്നാണ്. അതിൽ ഒന്നേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദഅവത്തുൽ വാലിദ്, വാപ്പാന്റെ ദുആ. വാപ്പാന്റെ ദുആ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാൻ പറ്റണം. മറ്റുള്ള കേട്ടില്ല, ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരുടെ ദുആ, വദഅവത്തുൽ മസ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആ. അപ്പൊ അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാപ്പാന്റെ ദുആ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ശൈഖ് പറയുന്നുണ്ട്, ചില ആളുകൾ ഈ ദുആന്റെ, ചില ആളുകളുടെ അപകടം, വലിയ അപകടം എന്താ? ചില ആളുകൾ അങ്ങനെ മക്കളെ പ്രാകുന്ന, ദേഷ്യം വരുമ്പോ ശാപപ്രാർത്ഥന നടത്തുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് സ്വന്തം മകനെതിരെ. അത് വലിയ അപകടമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരിൽ നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുത്. ഒന്ന് നഷ്ടാ മതിയായിരുന്നു, ഓരോന്നും അങ്ങനെ പല വാക്കുകളും പറയും. എത്ര ആളുകൾ ദേഷ്യം വരുമ്പോൾ വലിയ അപകടം, അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരെ ദേഷ്യം പിടിച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്യരുത്. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ ദുആ ചെയ്യരുത്. കാരണം ലാ തുവാഫിഖു മിനല്ലാഹി സാഅ യുസ്അലു ഫീഹാ അതാ ഫയസ്തജീബ ലക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ദുആ ചെയ്താൽ ചിലപ്പോൾ ഉത്തരം കിട്ടുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ദേഷ്യം പിടിച്ച് ദുആ ചെയ്താൽ ചിലപ്പോൾ ദുആ അല്ലാഹു സ്വീകരിച്ച നാശത്തിലായില്ലേ, വലിയ അപകടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും, അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞത് കാണാം, വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ. ഖൈറിന് വേണ്ടി ദുആ ചെയ്യാൻ ധൃതിപ്പെടേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാ, ചില ആളുകൾ ഷർറിന് വേണ്ടി ദുആ ചെയ്യാൻ എന്താണ് അവർ ധൃതിപ്പെടുകയാണ്. വകാനൽ ഇൻസാനു അജൂല എന്ന് അള്ളാഹു പറഞ്ഞ കാണാം, മനുഷ്യൻ വളരെ ധൃതിയുള്ളവനാണ്, അജൂലാൻ എന്ന് പറഞ്ഞത് കാണാം. അവിടെ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത് കാണാം. അതായത് അതിന്റെ ഉദ്ദേശം എന്താ? ഷർറിന് വേണ്ടി മനുഷ്യൻ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യദഉ അലാ മാലിഹി, അവന്റെ സമ്പത്തിനെതിരെ അവൻ ദുആ ചെയ്യുന്നു. ഫയൽഅനു മാലഹു, അവന്റെ മാലിനെ, സമ്പത്തിനെ അവൻ ശപിക്കുന്നു. വവലദഹു, സന്താനത്തെയും ശപിച്ചിട്ട്. ചില ആളുകൾ ഇങ്ങനെ ആ ജാതി വാക്കുകൾ പല ആളുകളും പറയല്ലേ, എന്നാ നശിക്കട്ടെ എന്ന രീതിയിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി പറയാ, അതെങ്ങാനും അതെങ്ങാനും ഇസ്തജാബല്ലാഹ്, അള്ളാഹ് ഉത്തരം ചെയ്തിരുന്നുവെങ്കിൽ ലഹു ലഅഹ്ലക, എന്താ സ്ഥിതി? ഞാൻ നശിച്ചോട്ടെ എന്നാണ് പറഞ്ഞു. അള്ളാഹ് ആ ദുആ കേട്ടു. എന്താ സംഭവിക്കുക? അള്ളാഹ് സന്താനങ്ങൾ നശിച്ചു പോവാൻ, സമ്പത്ത് നശിച്ചു പോവാൻ. സ്വന്തത്തിനെതിരെ അങ്ങനെ ദുആ ചെയ്താൽ നീയും നശിച്ചു പോവാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദുആ, സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒരിക്കലും സന്താനത്തിനെതിരായി ദേഷ്യം വരുമ്പോൾ ശാപപ്രാർത്ഥനയും മറ്റും ആ രീതിയിലുള്ള ദുആ പറയാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. 4ാമത്തെ കാര്യം ദിക്റുകളാണ്. ദിക്റുകൾ വളരെ അതിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു സന്താനത്തെ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനം, ആ സന്താനം ഉണ്ടാവുന്നതിന് മുമ്പേ അതിനെ തയ്യാറെടുപ്പിന് വേണ്ടി ആ സമയത്ത് പോലും ദുആ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ. അതൊക്കെ നമുക്ക് അറിയുന്ന ദുആണ്. അല്ലാഹുവേ ശൈത്താനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. വജന്നിബി ശൈത്താന മാ റസഖ്തനാ. നീ ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളിൽ നിന്നും നീ അവരെ അകറ്റണമേ എന്ന് ഭാര്യ ഭർത്താക്കന്മാർ അവർ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. ആ ദിക്ർ അത് വളരെ പ്രധാനപ്പെട്ട, അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദുആ ദിക്ർ. അത് നമ്മൾ പതിവാക്കണം എന്ന് മാത്രമല്ല, അതിന് ശേഷവും മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്ർ ചൊല്ലുന്നുണ്ട്. എന്താ? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ ഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നമ്മൾ ദുആ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുവേ എത്ര ധിക്കാരികളായ വലിയ ശർറുകളായ ശൈത്താന്മാരിൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് ഉപദ്രവം വരുത്തുന്ന ഈ ജന്തുക്കളിൽ അതേപോലെ വിഷമുള്ള ഇങ്ങനത്തെ പല നമ്മൾ ഉപദ്രവിക്കുന്ന ജന്തുക്കളിൽ നിന്നും അല്ലാഹുവേ ഇവനെ നീ രക്ഷിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു വേണ്ടി ദുആ ചെയ്യാൻ, അതേപോലെ നമ്മളും ദുആ ചെയ്യണം, അവനെ രക്ഷിക്കണമേ. അതേപോലെ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറ് ഇത് വലിയ സ്വാധീനമുള്ളതാണ്. പലർക്കും അതിന് ഗൗരവമില്ല. ഈ കണ്ണേറ് കൊണ്ട് ആളുകൾ അറിയുന്ന ചിലപ്പോ അറ്റാക്കിന്റെ അറിയുള്ളൂ, ചിലപ്പോ കണ്ണേറായിരിക്കും, അറിയിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം എത്ര ഗൗരവത്തിൽ പറഞ്ഞ കണ്ണേറ്. അതുകൊണ്ടാണ് നമ്മള് പല ആളുകൾ ഇങ്ങനെ കുട്ടികളുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കും. അവർക്ക് തിന്നുന്നതും കളിക്കുന്നതും അത് വലിയ അപകടമാണ്. ഷേഖുമാർ ഉലമാക്കളൊക്കെ പറയുന്ന നസീഹത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. വലിയ അപകടമാണ്. കാരണം നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു ഭംഗിയുള്ള ഫോട്ടോ എടുത്ത് ഇങ്ങനെ, ചെറിയ കുട്ടി ആയിക്കോട്ടെ, അതിനെങ്ങനെ വിടുമ്പോ ഇത് കാണുന്ന ആളുകളൊക്കെ എന്തെല്ലാം പറയുന്നുണ്ട്, ബാറക്കല്ലാഹ് പറയുന്നത് എല്ലാവരും കാണുക. സോഷ്യൽ മീഡിയ ഇടുമ്പോ ഉടനെ അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ, ആ കുട്ടി ഉടനെ തളർന്നു പോകും, അല്ലെ രോഗം വരും, അല്ലെ എന്തെങ്കിലും പ്രശ്നം വരാം. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കണ്ണേറ് വലിയ പ്രശ്നം. അതുകൊണ്ടല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ശരണം തേടിയത്. അപ്പൊ നമ്മള് നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ദിക്റുകൾ. അഞ്ചാമതായി നല്ല പേര്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല പേര് അവർക്ക് ഇടാൻ ശ്രദ്ധിക്കണം. ആ പേരിന്റെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ചെറുപ്പം മുതലേ കുഞ്ഞെത്തില്ല. അപ്പോ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ചെറുപ്പത്തിലെ അബൂ ഇബ്രാഹിം, അങ്ങനെ അബു മുഹമ്മദ്, ഇങ്ങനെ കുഞ്ഞെത്തിടുക എന്നുള്ളത് നല്ലതാണ്. കാരണം ആ കുട്ടിയെ വേറെ മോശമായ നിലക്ക് ആളുകൾ വിളിക്കാതിരിക്കാൻ. പലപ്പോഴും ചില ആളുകൾ പറയുന്ന വാക്കുകൾ ശൈഖ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ചിലർ പറയാറുണ്ട് ലിക്കുല്ലി, അത് പറയുന്ന ചില പൊതുവെ പറയുന്ന ഖൗലാണ്, ലിക്കുല്ലി റജുലിൻ മിൻ ഇസ്മിഹി നസീബ്. ഓരോരുത്തർക്കും അവന്റെ പേരിൽ നിന്നൊരു ഓഹരി ഉണ്ടാവും. അപ്പൊ പേരിടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പേരിടാൻ ശ്രദ്ധിക്കണം. ആളുകൾ കുറെ ചിലപ്പോൾ മാലി വാപ്പാലി കുട്ടിയുടെ അർത്ഥം ഉണ്ടാവില്ല, തോന്നിയ പേരങ്ങോട്ട് ഇടും. ചിലപ്പോൾ വളരെ മോശമായ അർത്ഥമായിരിക്കും. അങ്ങനെ ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞല്ലോ, അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ. ശൈത്താന്റെ ഓരോ പണി. ചില ആളുകൾക്ക് അബ്ദുറഹ്മാനും അബ്ദുല്ലാ, മുഹമ്മദ് ഇതൊക്കെ ഇടാൻ വളരെ മടിയാണ്. ഇന്ന കാലഘട്ടം ഒക്കെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ശൈത്താനിയത്താണ്. ഒരാൾ അബ്ദുറഹ്മാൻ, അല്ല അമ്പിയാക്കന്മാരെ പേരൊക്കെ ഇട്ട ഒരു പുച്ഛം, എന്തോ ആ തൊള്ളയെ കിട്ടാത്ത ഓരോ പേരിടണം. അങ്ങനെ ആവരുത്. നല്ല പേരുകൾ ഇടാൻ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മക്കൾക്കിടയിൽ എപ്പോഴും നീതി പാലിക്കാൻ, അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നീതി പാലിക്കുന്ന വിഷയം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ ആവശ്യമുള്ള ചില മക്കൾ, ചിലപ്പോൾ ആവശ്യക്കാരന് ആവശ്യം കൂടിയവനുണ്ടാവാം. അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കാം. അതല്ല മറ്റു മക്കളുടെ സമ്മതത്തോടു കൂടി കൊടുക്കാം. അല്ലാതെ പൊതുവേ നമ്മൾ എന്തെങ്കിലും ഒരു ദാനം കൊടുക്കും, വലിയൊരു സമ്മാനം, ഒരു ഹദിയൊക്കെ കൊടുക്കുമ്പോൾ നീതി പാലിക്കണം. കാരണം ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ബാപ്പ എന്ത് ചെയ്തു? ഭൂമി ദാനമായി നൽകി, ഭൂമി നൽകി, ഹദിയായി നൽകി. പക്ഷേ ഭാര്യ ഉമ്മാക്കത് തൃപ്തിയില്ല. കാരണം ഇത് ശരിയാണോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഈ വിഷയം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിനോട് ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നു, ഈ കാര്യം പറഞ്ഞു. ആര്? നുഅ്മാൻ ഇബ്നു ബഷീർ. ഈ വിഷയം പറഞ്ഞപ്പോ അങ്ങനെ നൽകി, എന്റെ മകന് ഞാൻ ഭൂമി ദാനമായി നൽകിയെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, ബാക്കിയുള്ള കുട്ടിക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലാ,
ഇല്ലല്ല, കൊടുത്തിട്ടില്ലായിരുന്നു. ഉടനെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദിക്കും, കുട്ടികൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. അങ്ങനെ അദ്ദേഹം പോയി തിരിച്ചത് വാങ്ങി. കാരണം കുട്ടികളെ നീതി വേണമല്ലോ, ഒരാൾക്ക് മാത്രമേ കൊടുക്കരുത് എന്ന് മാത്രമല്ല, അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പരസ്പരം അസൂയയും വിദ്വേഷവും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അപ്പൊ അത് സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ 7ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുടുംബത്തിൽ ഒരു റിസ്ക് ഉള്ളവനാവണം. കുടുംബവുമായി ചില ആളുകൾ പുറത്ത് ഭയങ്കര തമാശയായിരിക്കും, വല്ലാത്ത തമാശ. വീട്ടിലെത്തിയാലോ അടിയും പീട്ടിയും ഒന്നുമില്ല, അങ്ങനെ ആവരുത്. കുടുംബവും മക്കളായിട്ട് നല്ല റിസ്ക് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന റിസ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. റിസ്ക് എങ്ങനെ എവിടെ നിങ്ങൾ റിസ്ക് കാണിച്ചോ അത് അതിനെ ഭംഗിയാക്കുകയല്ലാതെ വേറൊന്നും അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. എന്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും അതിനെ അലങ്കരിക്കുന്നതാണ്. നേരെ മറിച്ച് റിസ്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാലോ, റിസ്ക് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അതിനെ ദുർബലപ്പെടുത്തുന്ന നാശം വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴും നിങ്ങൾ റിസ്ക് ഉള്ള ആളുകളായിരിക്കണം. ധാരാളം സംഭവങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിയും അതേപോലെ മറ്റു സഹാബാക്കളൊക്കെ സന്താനങ്ങളോട് സലഫുകൾ എങ്ങനെ നിന്നു. അപ്പോൾ നല്ലൊരു റിസ്കോട് കൂടി, നല്ല മയത്തോടു കൂടി മക്കളോട് ഉപദേശിക്കണം, തമാശ പറയണം. ഇതൊക്കെ മക്കളുടെ വളർച്ചയ്ക്ക് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ തന്നെ 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബദ്ലുൻ നുസ്ഹി വത്തൗജീഹ്. ഉപദേശങ്ങൾ എപ്പോഴും മക്കൾക്ക് നസിഹത്ത് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവർക്ക് ഇസ്ലാമിക കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ് കേൾക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ അവരെ നമ്മളെ യഥാർത്ഥ അഖീദയുടെ ആളുകളുടെ സംസാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വായിക്കാനും കേൾക്കാനുള്ള സൗകര്യം നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇല്ല, നേരത്തെ പറഞ്ഞ ഹദീസ് ഓർമ്മമാണ്. എന്താ അള്ളാഹ് ചോദ്യം ചെയ്യും. എന്താ ചോദ്യം ചെയ്യുക? ഇനി ആ മക്കൾക്ക് ഇൽമ ഏത് നിലക്കാങ്ങി പകർന്നു കൊടുത്തെന്ന് റബ്ബ് ചോദിക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ 9ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ജലീസു സ്വാലിഹ്. അവൻ എൻ്റെ മകൻ ആരോടൊക്കെ കൂട്ടുകൂടുന്നുണ്ട്, അവന്റെ കൂട്ടുകാരാരാണ് എന്ന് നമ്മൾ അറിയണം. നല്ല കൂട്ടുകാരായിരിക്കണം അവന്റെ കൂട്ടുകാർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, മസലുൽ ജലീസി സ്വാലിഹ് വസ്സൗഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെ ഉപമ എന്താ? കസ്തൂരി വാഹകനെ പോലെയാണ് നല്ല കൂട്ടുകാരൻ. എന്താ? ഒന്നുകിൽ ഇമ്മാ അൻ യുഹ്ദീക ഫഹാമിലുൽ മിസ്ക് എന്ന് പറഞ്ഞാൽ ഇമ്മാ അൻ യുഹ്ദീക, ഒന്നുകിൽ കസ്തൂരി വാഹകനാണെങ്കിൽ അവന്റെ അടുക്കൽ ചെന്ന ഒന്നുകിൽ അവൻ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തരും, ഇല്ലെങ്കിലോ വ ഇമ്മാ അൻ തബ്തഅ മിൻഹു, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങാം. വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഇനി ഒന്നുമില്ലെങ്കിൽ നല്ലൊരു വാസന എങ്ങാനും കിട്ടും. നേരെ മറിച്ച് വനാഫിഖുൽ കീർ, കീർ പറഞ്ഞാൽ മറ്റേ കൊല്ലൻ ഇങ്ങനെ ഇരുമ്പ് ചൂടാക്കാൻ നോക്കുന്നുണ്ടോ, അതിന്റെ അടുക്കപ്പോ എന്താ? ഇമ്മാ യുഹ്രിക സിയാബക്, ഒന്നുകിൽ അതിന്റെ തീപ്പൊരി പാറി എന്റെ ഡ്രസ്സ് കത്തിപ്പോവും, അല്ലെങ്കിലോ ഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ, അല്ലെങ്കിൽ പിന്നെ ഒരു ദുർഗന്ധം. ഇതല്ലാതെ ഓരോ നിൽക്കുന്നുണ്ടാവില്ല. എന്നതുപോലെയാണ് ചീത്ത കൂട്ടുകാരന്മാർ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നാളുകൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ ഇന്നുള്ള ഈ ലഹരി ആയിക്കോട്ടെ, ഈ മറ്റുള്ളതിലൊക്കെ എത്തിപ്പെടുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ അറിയോ? കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ടുകൊണ്ടാണ് ഭൂരിഭാഗവും നശിച്ചു പോകുന്നത്. കൂട്ടുകെട്ട് വലിയ പകരമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കുന്ന. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരാണ് കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നത് ശരിക്കും അവൻ ചിന്തിക്കണം. ഒരു മദ്യപാനിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളോട് ഇങ്ങനെ നിസ്കരിക്കാത്തവൻ, അതേപോലെ തന്നെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്തവൻ, ശിർക്കിന്റെ ആള്, ബിദഅത്തിന്റെ ആള്, സ്വാഭാവികമായിട്ടും ആ നിൽക്കന്നെ അവനും സഞ്ചരിക്കും. അതുണ്ടാവാറില്ല. നേരെ തൗഹീദുള്ളവൻ, ഒരു ഹറാമ് കണ്ടാ തന്നെ ഉണർത്തുന്നവൻ, നിസ്കാരത്തിന്റെ സമയമായ വാ നമുക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാം, ഇങ്ങനത്തെ കൂട്ടുകാരന്മാരായിരിക്കണം. അങ്ങനത്തെ കൂട്ടുകാരനാവണം. ഈ എൻ്റെ മക്കൾക്കുള്ള കൂട്ടുകാരന്മാർ, എൻ്റെ മകൻ കൂട്ടുകൂടുന്നത് അല്ല എൻ്റെ മകൾ കൂട്ടുകൂടുന്നത് ഇങ്ങനെയുള്ള കസ്തൂരി വാഹകർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വാലിഹായ നല്ല ഖൈറിന്റെ ആളുകളുടെ കൂടെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. അല്ലെങ്കിൽ അവർ നഷ്ടത്തിലായി പോവും, അപകടത്തിലാകും. 10ാമതായി അൽ ഖുദ്വത്തുൽ ഹസന, സ്വന്തം മാതാപിതാക്കൾ മാതൃകയാണ് മക്കൾക്ക്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതുണ്ടല്ലോ, ഈ മക്കൾ
ഹറാമിലേക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി പലരും വേഷങ്ങൾ ഔറത്തും കാണിച്ച് മോഡൽ വസ്തു അലങ്കാരങ്ങളൊക്കെ കാണിച്ച് എല്ലാം ഹറാമിന്റെ രീതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മകൾ. ആ മകൾക്ക് ഉമ്മ അവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ ഉമ്മാക്കൊരു കുഴപ്പമുണ്ടാവില്ല, അമ്മയും അങ്ങനെ തന്നെ ആയിരിക്കും സഞ്ചരിക്കുക. ബാപ്പാക്കും ഒരു കുഴപ്പമില്ല, കാരണം നീ പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ മാതൃകയായാലേ മക്കളുണ്ടാവും, അതിനനുസരിച്ച് വളരും. നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നവരാണോ, നമ്മൾ ഖുർആൻ വീട്ടിൽ ഓതുന്നവരാണോ, നമ്മൾ ദിക്ർ ചെല്ലുന്നവരാണോ, അതേപോലെ അവളുടെ ഉമ്മ ഹിജാബ് ധരിച്ച് സുഗന്ധം പൂശാതെ ഇസ്ലാമിക ചുറ്റുപാടിൽ ദിക്റും അതേപോലെ നിസ്കാരവും ദീനി പഠനമായിട്ട് പോകുന്നവളാണോ, അതിൻ്റെ ഒരു ഫലം അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിലോ നേരെ എതിരായിരിക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, ഇദാ അറദ്ത അൻ യുഖ്ബല മിൻകൽ അംറു വന്നഹി, നീ ആളുകളെ ഉപദേശിക്കുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം നീ ചെയ്യരുത് എന്നിങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ, അങ്ങനെ നീ ഉപദേശിക്കുമ്പോൾ അതിന് ഫലം കിട്ടണം, സ്വീകാര്യത കിട്ടണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ മകനോട് നല്ല കാര്യം കൽപ്പിക്കാൻ, അത് ചെയ്യണം. അത് തിന്മ കാണുമ്പോൾ അത് നീ ചെയ്യരുത്, ലഹരി നീ ഉപയോഗിക്കരുത് എന്ന് നീ പറയുമ്പോൾ അതിന് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ആദ്യം ഇനി എന്താവണം, ആ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുന്നവനാവണം. ഇന്ന കാര്യം ചെയ്യരുത്, അത് ലഹരി, അല്ലെ അവന്റെ വേഷം, നെരിയാണിക്ക് താൻ നിന്റെ വസ്ത്രം മോനത് കേട്ടി, അത് പാടില്ല എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ നന്നാക്കണം. അല്ലാതെ വാപ്പ സിഗരറ്റും ഉണ്ടാവും, ചിലപ്പോൾ കുടിക്കുന്നുണ്ടാവും, ആ വാപ്പാക്ക് മകൻ ഉപദേശിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, എത്ര ഉണ്ടങ്ങനെ, വലിയ അപകടമാണ്. അതുകൊണ്ടാണ് സലഫുകൾ അങ്ങനെ പറയാൻ കാരണം. ഇനി ഒരു കാര്യത്തെ തൊട്ട് വിരോധിക്കുമ്പോ ആദ്യം വിട്ടുക്കുന്ന ആള് നീയാവണം, ഇതാണ് 10 കാര്യങ്ങൾ. നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഒരു 10 പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യം വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ, പിന്നെ അവന്റെ കുട്ടികളെ ഈമാനിക തർബിയത്തിലുള്ള തൗഹീദുള്ള വളർത്തിയെടുക്കാൻ, തിന്മയെക്കുറിച്ചുള്ള ബോധം എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഞാൻ സമയക്കുറവോട് പറയാണെന്ന ഒരു മകൻ നിങ്ങൾ പേരിടുമ്പോൾ അബ്ദുല്ലാ എന്ന് പേര് വെക്കുമ്പോൾ ആ പേരിനനുസരിച്ച് നീ അള്ളാഹു മകനെ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് നീ അള്ളാഹുവിന്റെ അടിമയാണെന്ന. അതുകൊണ്ട് അവനെ നീ അനുസരിക്കണം, അവനെ ഇബാദത്ത് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നാ. ഇനി ഒരു നബിന്റെ പേരാണ് അല്ല ഒരു സഹാബിന്റെ പേരാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവന് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നബിയാണ്, അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നബിയാണ്, ആ നബിയെ കുറിച്ചുള്ള ചരിത്രം. അല്ല ഒരു സഹാബിന്റെ പേരാണെങ്കിൽ അത് ഒരു സഹാബിന്റെ പേരാണ്. അങ്ങനെ പോലും പണ്ഡിതന്മാർ പറയുകയാണ്. അങ്ങനെ അവരെ വളർത്തി നല്ല രൂപത്തിൽ വളർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി നമുക്ക് പറയാനുള്ളത്, ഇങ്ങനൊക്കെ അല്ലെ, ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ എന്താവില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ മക്കൾ എന്താവും. അതാ ഞാൻ പറഞ്ഞതേ, ഇതെല്ലാം നമ്മൾ ചെയ്താലും ഹിദായത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെറിയതൊക്കെ ചെയ്യാം, ദുആ ചെയ്യാം, അത്ര നമുക്ക് പറ്റും. അതാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞത്, അൽ അദബു അദബുല്ലാഹ്. നിങ്ങൾ എത്ര അദബ് പഠിപ്പിച്ചാലും കാര്യം ഉണ്ടാവില്ല. കാരണം അന്ന് എന്ത് ചെയ്യണം, അള്ളാഹ് വിചാരിക്കണം. ലാ അദബൽ ആബാ വൽ ഉമ്മഹാത്ത്, അല്ല വാപ്പാന്റെ ഇമ്മാന്റെ അതുകൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെടുമോ? ഇല്ല. അതേപോലെ തന്നെ വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഖൈർ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖൈർ, അല്ലാതെ നിങ്ങൾ എത്ര ഖൈർ പറഞ്ഞു കൊടുത്താലും അതുകൊണ്ട് മാത്രമാവില്ല. അതുകൊണ്ട് തവക്കുലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റബ്ബിൽ തവക്കുലാക്കുക. ഞാൻ ഇതൊക്കെ അള്ളാഹുവേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചാലും നീയാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രൂപത്തിൽ നല്ല സന്താനങ്ങളായി ഇന്നുള്ള ധാരാളം ഷർറുകളാണ്. ആ ഷർറിൽ നിന്നും ദുൽമിൽ നിന്നും ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഹറാമുകളിൽ നിന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.